ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 4-ാമത്തെ ആഴ്ച ഒരു മോർണിംഗ് ടാസ്കിലൂടെ ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ബിഗ് ബോസ് വീടിനെ ആകെ കലാപക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് ബിഗ് ബോസ്. ചൊവ്വാഴ്ചത്തെ മോർണിംഗ് ടാസ്കായിട്ട് ബിഗ് ബോസ് നൽകിയതാകട്ടെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുക എന്നതായിരുന്നു. ഇതിന്റെ ഭാഗമായി മത്സരാർത്ഥികൾ പരസ്പരം അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ഓരോ മത്സരാർത്ഥികളുടെയും കുറ്റങ്ങൾ എണ്ണി പറയുകയും ചെയ്തു. ഇത് പരസ്പരം പലരെയും ചൊടിപ്പിച്ചു. പലരും പല ദിവസവും പറയാതെ കാത്തുവെച്ച പല കാര്യങ്ങളും അവിടെ തുറന്നു പറഞ്ഞു. ഇതോടെ മത്സരാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുക തന്നെ ചെയ്തു. അതിനിടയ്ക്ക് ചിലരുടെ ചില പരാമർശങ്ങൾ വളരെയേറെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടനോട് തിരിച്ചു പ്രതികരിച്ച റസ്മിന്റെ സ്വഭാവം ആ ഏരിയയുടെ പ്രത്യേകതയാണ് എന്ന് ജിൻഡോ പറഞ്ഞതോടെ റസ്മിൻ തന്റെ ഏരിയയെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ ട്രിഗറായി. ഇതിനുള്ള മറുപടിയായി ജിൻഡോ ഒരിക്കൽ താൻ ആ പ്രദേശത്ത് കപ്പടിച്ചപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോടെയാണ് പുറത്തു വന്നത് എന്ന് തുടങ്ങി പുള്ളി ന്യായീകരണവും ആരംഭിച്ചു. ഇതോടെ ഇവർ തമ്മിൽ പൂര വഴക്കായി. ഇതിൽ പല വീട്ടുകാരും അഭിപ്രായം പറയുകയും ഒരു പ്രദേശത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും പല മത്സരാർത്ഥികളും സമീപനമെടുത്തു. ഇതിനിടയ്ക്ക് വീട്ടിൽ ചെയ്യുന്ന തെറ്റുകൾ സമ്മതിക്കാറില്ലെന്നും അവർ ടീമിന്റെ കാര്യങ്ങൾ പുറത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്ന ആരോപണം ജിൻഡോയ്ക്കെതിരെ വന്നു. ഇതിനുശേഷം ജിൻഡോയ്ക്ക് പവർ ടീമിന്റെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിന് ഫ്ലോർ ക്ലീനിംഗ് ശിക്ഷയായി വിധിക്കുകയും ചെയ്തു. മുൻപ് നടന്ന കാര്യങ്ങളിൽ പ്രകോപിതയായി നിന്നിരുന്ന രശ്മിനാകട്ടെ മുട്ടത്തോടും മറ്റുമൊക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഫ്ലോറിലേക്ക് വലിച്ചെറിയുകയും ജിൻഡോ അത് ക്ലീൻ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഇതിന് പല മത്സരാർത്ഥികളും തടസ്സപ്പെടുത്തുകയും റസ്മിൻ അതിന്റെ അപകടം മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. എന്നാലാകട്ടെ ജിൻഡോ ഇത് ക്ലീൻ ചെയ്യാൻ എത്തുകയും ചെയ്തു. പിന്നീട് ക്യാപ്റ്റൻ ജാൻമണിയും നോറയും തമ്മിലായി പ്രശ്നങ്ങൾ. അതിനിടയ്ക്ക് ജാൻമണി നോറയെ എക്കണോമി ക്ലാസ് എന്ന് വിളിച്ചു, അഥവാ ലോക്കൽ എന്ന് വിളിച്ചു എന്ന രീതിയിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടായി. ഇതുകൂടാതെ പല മത്സരാർത്ഥികളും തമ്മിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി. ഇതിനിടയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ക്ലീനിങ്ങിനെത്തി ജിൻഡോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അർജുൻ ഉൾപ്പെടെയുള്ളവർ അതിനു മുൻപിൽ കയറി നിന്നതിന്റെ പേരിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുകയും പരസ്പരം കയ്യാളകളിലെ അടുത്തെത്തുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ജിൻഡോയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു. ഇതേസമയം വീട്ടിലുള്ളവരെല്ലാം ഫേക്കാണ് എന്ന് പറഞ്ഞും തനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞും ജാൻമണി ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ജാൻമണി ബോധം കെട്ട് വീഴുകയും മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും രാവിലത്തെ മോർണിംഗ് ടാസ്കോടുകൂടി ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങൾ ശരിക്കും കൈവിട്ട നിലയിലാണ്. ഏതാണ്ട് കുറച്ച് ശാന്തമായിരുന്ന കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം ഈ ആഴ്ച വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് തീ കോരിയിടുക തന്നെയാണ്.